പോലും ഈ തിരുശേഷിപ്പ് എന്ന് പറയുന്ന ഇത്തരം വലിയ വമ്പിച്ച ശേഖരം സൂക്ഷിക്കുന്ന ആളുകൾക്ക് അറിയില്ല. അപ്പൊ അവർ എടുത്തുകൊണ്ട് വരുന്ന മുടികൾ നീളമുള്ളതാണോ നീളമില്ലാത്തതാണെന്ന് അവർ സൂക്ഷിച്ചിട്ടില്ല, അവർ ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. അത് ബാബഷോപ്പിൽ നീളമുള്ള മുടി കിട്ടിയാലും നീളമില്ലാത്ത മുടി കിട്ടിയാലും ഒക്കെ അവർ എടുത്തുവച്ചിട്ടുണ്ട്. അത് വലിയ കൊട്ടക്കണക്കിന് അവിടെ ഉണ്ടേനും. അപ്പോൾ ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് ഫൈസി ഉസ്താദ് പറഞ്ഞ പോലെ ഖസ്റജിയുടെ അടുത്ത് ആയിരങ്ങളുടെ മുടി ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ജാലിയവാലയുടെ അടുത്ത് 10,000 മുടി ഉണ്ടെന്നാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് വെളിപ്പെടുത്തിയിട്ടുള്ളത്. 10,000 മുടി കിട്ടിയ ആ ഒരു സ്രോതസ് സംഘടിപ്പിച്ച ആളുകൾക്ക് നീളമുള്ള മുടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചേരുമോ എന്നോ ചേരില്ല എന്നോ അറിയാത്ത ആളുകൾ പല സ്ഥലത്തു നിന്നും മുടികൾ എടുത്തിട്ടുണ്ടാവാം, നീളമുള്ള മുടി മുറിച്ചു വെച്ചിട്ടുണ്ടാവാം, ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ടാവാം. ഇതൊന്നും നിഷേധിക്കാവുന്ന കാര്യമോ അല്ലെങ്കിൽ വൈരുദ്ധ്യമാണെന്ന് പറയാവുന്നതോ അവകാശപ്പെടാവുന്നതോ ആയ കാര്യങ്ങളല്ല എന്നുള്ളത് മാത്രമാണ് ആ കാര്യത്തെക്കുറിച്ച് പറയാനുള്ളത്. അബുദാബി എന്ന് പറയുന്ന വ്യക്തി ഒരു കള്ളം കൂടെ പറഞ്ഞു, ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഈ കാന്തപുരത്തിന്റെ അല്ല മുടി എന്നിപ്പോ നിങ്ങൾ പറയുന്നുണ്ടല്ലോ, അതും തെറ്റാണ് എന്നുള്ള കാര്യം കൂടെ ഉണർത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേൾക്കുന്നുണ്ടെന്ന് കരുതുന്നു. പ്രിയമുള്ള സഹോദരന്മാരെ, ഞാൻ ഈ ഓപ്പൺ ഫോറത്തിൽ ആദ്യമായിട്ടാണ് സംസാരിക്കുന്നത്. എന്റെ പേര് അബ്ദുൽ കരീം. ഞാൻ മലപ്പുറം ജില്ലയിലെ വയ്യൂർ പഞ്ചായത്തിലെ അയ്യ എന്ന ദേശത്താണ് എന്റെ സ്ഥലം. ഇപ്പോൾ അബുദാബിയിൽ ജോലി ചെയ്യുന്നു. ഞാൻ ബഹുമാനപ്പെട്ട ദാരിം ഉസ്താദിന്റെ പ്രഭാഷണം ഇങ്ങനെ കേട്ടപ്പോൾ അതിൽ സ്വപ്നജീവിയുടെ ഒന്ന് രണ്ട് സ്വപ്നം കണ്ടതായിരിക്കുന്ന കഥകൾ അദ്ദേഹത്തിന് ഒരു പ്രസംഗ ക്ലിപ്പ് ഇട്ടു. സത്യം പറയുകയാണെങ്കിൽ ഇവരൊക്കെ സത്യത്തില് കാന്തപുരത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരു കുറച്ച് ടീമുകളാണ്. ഇപ്പോൾ തന്നെ ഈ നെറ്റിൽ വരുന്ന കണ്ടു, കാന്തപുര ഉസ്താദ് പറഞ്ഞതാണ് ഞങ്ങളുടെ സനത്. അപ്പൊ ഇവർക്ക് സനതില്ല എന്നാണ് മനസ്സിലാവുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, ഞാൻ ഈ സ്വപ്നജീവിയുടെ അയൽവാസിയാണ്. ഞാൻ ഒരു 4-5 വീടിന്റെ ഡിഫറൻസേ ഉള്ളൂ. ഇദ്ദേഹം കഴിഞ്ഞ നമ്മളെ മുമ്പ് ഉണ്ടായ ഒരു പ്രശ്നമുണ്ട്. പിന്നെ 2 ദിവസം പെരുന്നാൾ കഴിച്ച ദിവസം, അന്ന് ഇദ്ദേഹം ജോലി ചെയ്യുന്ന ഇപ്പോഴും ജോലി ചെയ്യുന്ന മഹല്ലായ ചാലിയത്ത് മഹലിൽ നിന്ന് അദ്ദേഹം നോമ്പ് നോറ്റും കൊണ്ടാണ് ഈ അദ്ദേഹത്തിന്റെ നാട്ടിലോട്ട് വന്നത്. എന്നിട്ട് അതിനുശേഷം അദ്ദേഹം താനാളൊരു SSFന്റെ ആളുകൾ ഒരു പരിപാടി സംഘടിപ്പിക്കുകയും ആ പരിപാടിയിൽ പിന്നെ അദ്ദേഹം പ്രസംഗിക്കുകയാണ്. ആ ശനിയാഴ്ചയായിരുന്നു പെരുന്നാൾ. ഇദ്ദേഹം ആ ശനിയാഴ്ച ദിവസം അദ്ദേഹത്തിന് അന്ന് ശരിക്കും നോമ്പാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ ആളെ കുപ്പിയിലാക്കുന്ന ഒരു പരിപാടി നടത്തുന്ന ഇവർ കാന്തപുരത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന ഇങ്ങനത്തെ ഒരു കുഞ്ഞാടുകളായി മാറിയതിൽ വളരെ കഷ്ടമാണ്. അല്ലാഹു തആല അവരുടെ ശർറിൽ നിന്ന് നമ്മുടെ സമുദായത്തെ മുഴുവൻ കാക്കട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും. മർക്കസിലുള്ള മുടിനെ പറ്റി ബഹുമാനപ്പെട്ട സമസ്ത കേരള പറഞ്ഞ് അതിന്റെ സത്യാവസ്ഥ മനസ്സിലാകുന്നത് വരെ വഞ്ചിതരാകരുത്. എന്നാൽ ഈ സുന്നികൾക്ക് അംഗീകരിക്കാൻ പറ്റിയ SKSFും അങ്ങനെ സമസ്ത കേരളനെ അംഗീകരിക്കാൻ ആൾക്ക് കേരളത്തില് അല്ലെങ്കിൽ ഇന്ത്യയില് സമസ്തയും അംഗീകരിക്കുന്ന നിബന്ധന വെച്ചിട്ടുള്ള സനത് ഉണ്ടല്ലോ, ആ സനത് അനുസരിച്ചിട്ട് സുന്നികൾക്ക് അംഗീകരിക്കാൻ പറ്റിയ തിരുകേശം ഇന്ത്യയിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഉസ്താദ് ഒന്ന് വിശദീകരിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇതുവരെ ഇപ്പൊ കേരളത്തിൽ മുടി ഉണ്ടായിരുന്നില്ലല്ലോ, അതുകൊണ്ട് നമുക്കാർക്കും അത്ര വലിയ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. ഇതുവരേക്കും കേരളത്തിൽ ഒരു മുടി ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് നമുക്കാർക്കും അത്ര വലിയ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. പിന്നെ ഇപ്പൊ ഇന്ത്യയിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ളത്, ഇവിടെ സഹോദര വിഷയം എന്നുള്ളത്, ഇവിടെ വിഷയം ഈ കാന്തപുരത്തിന്റെ അടുത്തുള്ള ആ മുടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടിയാണോ അല്ലേ എന്നുള്ളതാണ്. പിന്നെ ലോകത്തന്നെ ഇപ്പൊ എവിടെയൊക്കെ മുടികളാക്കാൻ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. കാന്തപുരത്തിന്റെ അടുത്തുള്ള ആ മുടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി ആവാൻ യാതൊരു സാധ്യതയും ഇല്ല, 1% പോലും സാധ്യതയില്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി അല്ലേ അല്ല. അതാണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ നേരത്തെ ഇപ്പൊ അബുദാബി ഇവിടെ ഉണ്ട്. പിന്നെ അബുദാബി നേരത്തെ ഒരു ചോദ്യം ചോദിച്ചു പോയിരുന്നു. അബ്ദുൽ ഹമീദ് ഫൈസി ആദ്യം പറഞ്ഞു, സഹോദരൻ കേൾക്കുന്നുണ്ടാവും, അബുദാബി മനസ്സിലാക്കുന്നു കരുതുന്നു. അബ്ദുൽ ഹമീദ് ഫൈസി ആദ്യം പറഞ്ഞു ഖസ്റജിൽ അടുക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി ഉണ്ട് എന്ന് അദ്ദേഹം സമ്മതിച്ചു. ശരി തന്നെയാണ്, അദ്ദേഹം സമ്മതിച്ചു തന്നെയാണ്. അത് അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, അബുദാബിയിൽ ഖസ്റജി കുടുംബത്തിൽ ഒരു മുടി ഉണ്ട് എന്ന്.
അത് അദ്ദേഹം പറയാനുള്ള കാരണം അദ്ദേഹം തന്നെ വിവരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തായ ഒരു ഫൈസി ഹസ്രജയുടെ കുടുംബത്തിൽ ജോലി ചെയ്യുന്നുണ്ട്. ഹസ്രജയുടെ കുടുംബത്തിൽ ജോലി ചെയ്യുന്നുണ്ട്. ആ ഫൈസി പറഞ്ഞു, ഇവിടെ ഹസ്രജയുടെ അടുക്കൽ ഒരു മുടിയുണ്ട് എന്നാ പറഞ്ഞത്. ഒരു മുടിയുണ്ട്, റസൂലുള്ളാഹിന്റെ ഒരു മുടിയുണ്ട്, അത് നമുക്കൊന്ന് പോയി കാണണ്ടേന്ന് പറഞ്ഞു. നമുക്ക് കാണണമെന്ന് അദ്ദേഹം പറയും ചെയ്തു. പക്ഷെ അന്ന് അദ്ദേഹത്തിന് പറ്റില്ല. അദ്ദേഹം ഇവിടെ വേറെ വിഷയത്തിന് അങ്ങനെ വന്നിട്ട് അവിടെ ഹസ്രജിന്റെ വീട്ടിൽ പോകാൻ പറ്റില്ല. അങ്ങനെ അതിന്റെ അടിസ്ഥാനത്തിലാണ് ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് ഫൈസി പറഞ്ഞത് അവിടെ മുടിയുണ്ട്. കാരണം ഈ ഫൈസി പറഞ്ഞ അദ്ദേഹം വിശ്വസിക്കാൻ കാരണം ഫൈസി ഒരു വിശ്വസ്തനായ വ്യക്തിയാണ്. അതുകൊണ്ട് അദ്ദേഹം കളവ് പറയൂല എന്ന് മനസ്സിലാക്കി തന്നെയാണ് അങ്ങനെ പറഞ്ഞത് അബ്ദുൽ ഹമീദ് ഫൈസി. പിന്നീട് അപ്പൊ അത് അബ്ദുൽ ഹമീദ് ഫൈസി ഹസ്രയുടെ കുടുംബത്തിൽ ഒരു മുടി ഉണ്ട് എന്ന് പറയാനുള്ള കാരണം അതാണ്. ഒരു മുടി എന്നാ ഹമീദ് ഫൈസി പറഞ്ഞില്ല, മുടിന്റെ കെട്ടുന്നല്ല പറഞ്ഞത്, ഒരു മുടി എന്നാ പറഞ്ഞത്. അത് ഈ ഫൈസി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ പറഞ്ഞത്. പിന്നീട് അതിൽ നിന്ന് മാറ്റി പറയേണ്ടി വന്നത് എന്തുകൊണ്ടാണ് എന്ന് അതിൽ ഈ അബുദാബി കേൾക്കണ്ട ഞാൻ പറഞ്ഞത്. അബുദാബി കേൾക്കണ്ടാവൂല്ലോ അല്ലെ? അബുദാബിക്ക് ട്രസ്റ്റിന്റെ നോട്ടുണ്ടാ? ഇല്ല, അബുദാബി അവിടെ ഇല്ല. അപ്പൊ അബുദാബി ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. ഓക്കെ. അപ്പൊ അബ്ദുൽ ഹമീദ് ഫൈസി അവിടെ മുടി ഉണ്ട് എന്ന് പറയാനുള്ള കാരണം അതാണ്. അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തായ മറ്റൊരു ഫൈസി ഹസ്രജയുടെ ഒരു കുടുംബത്തിൽ ജോലി ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന്റെ അടുക്കൽ നിന്ന് കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം പറഞ്ഞത്. അത് തന്നെ ഒരു മുടി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഹസ്രജ കുടുംബത്തിൽ ഒരു മുടിയുണ്ട്. പിന്നീട് അതിൽ നിന്നും അദ്ദേഹം മാറാനുള്ള കാരണം ഈ പട്ടിക്കാട് മർക്കസിൽ ഈ മുടി കൈമാറി, അതിനെ സെനതൊക്കെ വായിച്ചുകൊണ്ട് കൈമാറി, ഒക്കെ വായിച്ച് കൈമാറി. അപ്പോ അദ്ദേഹത്തിനോട് പിന്നെ അതിന്റെ ഒരാഴ്ച കഴിഞ്ഞ ശേഷമാണ് പട്ടിക്കാട് ജാമിഅ നൂരിയന്റെ സമ്മേളനം. അപ്പൊ ആ സമ്മേളനത്തിൽ ചിലരൊക്കെ അദ്ദേഹത്തിനോട് ആവശ്യപ്പെടുന്ന ചെയ്തു ഹമീദ് ഫൈസിനോട് ആ മുടിനെ കുറിച്ചൊന്നും പറയണം അങ്ങനെയാണ്. അപ്പൊ അന്ന് അബ്ദുൽ ഹമീദ് ഫൈസി പറഞ്ഞു, അത് അതിനെക്കുറിച്ചൊന്നും പറയാനില്ല, അവിടെ ഒരു മുടി ഉണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്, അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു അദ്ദേഹം. അങ്ങനെ അന്ന് നിഷേധിച്ചിരുന്നില്ല ആ വിഷയം. പിന്നീട് ആദ്യമായിട്ട് കള്ളി പൊളിഞ്ഞത് ഈ ഹസ്രജിയുടെ വീട്ടിൽ റബീഉൽ അവ്വലിലും റമദാനിലും 1-2 വർഷമായി അത് പ്രദർശിപ്പിക്കുന്നുണ്ട്. 1-2 വർഷമായിട്ട് തന്നെ ഉള്ളൂ അത് പ്രദർശിപ്പിക്കുന്നുണ്ട്. ആ പ്രദർശിപ്പിക്കുന്നതിന്റെ ഇടയിൽ അത് പോയി കണ്ട ചില ആളുകൾ യു എയിലുണ്ട്. എന്റെ തന്നെ ചില സുഹൃത്തുക്കളുണ്ട്, അത് പോയി കണ്ട ആളുകൾ അവിടെ കണ്ടവരുണ്ട്. ഈ വിവരം അദ്ദേഹം പറഞ്ഞപ്പോൾ അതെങ്ങനെ, അതൊരിക്കലും റസൂലുള്ളാഹിന്റെ മുടി ആവൂലല്ലോ, ഇത്രയും അധികം നീളം ലഭിച്ച മുടിയോ? കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടിയുടെ വലിപ്പം ഹദീസിന്റെ കിതാബിലൊക്കെ ഉള്ളത് ചെവിക്കുന്നി വരെ പെരടി വരെ എന്നൊക്കെയാണ് ഹദീസിലുള്ളത്. ഈ 70 സെന്റിമീറ്ററും 1 മീറ്ററൊക്കെ നീളമുള്ള മുടി ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവുകയില്ലല്ലോ. പിന്നെ ആയിരക്കണക്കിന് മുടി ഒരു വ്യക്തിയുടെ അടുക്കൽ എങ്ങനെ വന്നു? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടി വിതരണം ചെയ്ത് ഷാറത്തൈനി എന്നൊക്കെയാണ് ഉള്ളത്. പിന്നെ എങ്ങനെ ഒരു മുടി 2 മുടി എന്നൊക്കെയാണ് ഉള്ളത്? അതുകൊണ്ട് ഇത്രയും അധികം മുടി ഒരാളുടെ അടുക്കൽ എങ്ങനെ ഉണ്ടാവും എന്ന സംശയം അവിടെ ഉണ്ടായി. അപ്പൊ അതാണ് ഈ അദ്ദേഹത്തിന്റെ പിന്നെ വിശ്വാസം മാറാനുള്ള ഒരു കാരണം. അബുദാബി പോയപ്പോഴത്തിന് ഈസി ആയതായിരിക്കും അല്ലേ? അബുദാബി നമ്മള് ഈ സഹോദരന്മാരോട് പറയാനുള്ളത് പോയതാ അല്ലേ? അതും എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇനി പറയുന്നത് പിന്നെ നമ്മുടെ സഹോദരന്മാരോട് പറയാനുള്ള കാര്യമുള്ളത്, ഒരാൾ സംസാരിക്കുന്നതിന്റെ ഇടയിൽ അയാൾക്ക് വല്ലാതെ നേരം വൈകുകയാണെങ്കിൽ അദ്ദേഹം കൂടുതൽ പറയുകയാണെങ്കിൽ മറ്റുള്ളവരുടെ അവസരങ്ങളൊക്കെ നിഷേധിച്ചുകൊണ്ട് വളരെയധികം പറയുകയാണെങ്കിൽ ചിലപ്പോൾ ഡോട്ടൊക്കെ ഇടേണ്ടി വരും, ഡോട്ടിട്ട് മൈക്കെടുക്കേണ്ടി വരും. അതല്ല, നമുക്ക് ക്ഷമിക്കാൻ മാത്രമൊക്കെ ആണ് അദ്ദേഹം പറയുന്നത് എങ്കിൽ അവർക്ക് കുറച്ച് ക്ഷമിച്ചു കൊടുക്കുക തന്നെയായിരിക്കും നല്ലത്. കാരണം ഇവിടെ റൂമിലൊന്ന് സംസാരിക്കാൻ അനുവദിക്കുന്നില്ല എന്നൊരു ആക്ഷേപം നമ്മളെ കുറിച്ച് ഉണ്ടാവരുത്. അതുകൊണ്ട് ഇനി ഇൻഷാ അല്ലാഹ് നാട്ടിൻ പുറത്തുകാരനാണല്ലേ, നാട്ടിൻ പുറത്തുകാരൻ, അതെ, അദ്ദേഹം മൈക്കെടുക്കാം. അദ്ദേഹത്തിന് ഒന്നുമില്ലല്ലോ, ഡോട്ട് മറ്റൊന്നുമില്ലല്ലോ, ഒന്നുമില്ല, അദ്ദേഹത്തിന് മൈക്കെടുക്കാം. നാട്ടിൻ പുറത്തുകാരൻ അവിടെ ഉണ്ടാ? നാട്ടിൻ പുറത്തുകാരൻ അവിടെ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. നാട്ടിൻ പുറത്തുകാരൻ അവിടെ ഉണ്ടാ? കുറച്ചു നേരം കാത്തുക്കും. നാട്ടിൻ പുറത്തുകാരൻ അവിടെ ഇല്ല എന്ന് അദ്ദേഹത്തിന് ഡൗട്ട് ഇടുക. പിന്നെ അടുത്ത് മുന്നുണ്ട, മുന്നമോൻ ഉണ്ടെങ്കിൽ ടെസ്റ്റ് ചെയ്യണം, ഒന്ന് എസ് അടിക്കണം.
മുന്നമൻ ഓക്കെ, മുന്നമൻ മൈക്ക് എടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ പറയുന്ന ശബ്ദം കേൾക്കുന്നുണ്ടോ? ക്ലിയർ ആവുന്നുണ്ടോ? ഏതായാലും ഇന്നും നൗഷാദ് ഹസനി അവരുടെ റൂമിൽ വരികയും ഇന്നലത്തേതിൻ്റെ അതുപോലെ തന്നെ ഉരുണ്ട് കളിക്കുകയും ചെയ്യുന്നത് ഒരുപാട് ആളുകൾക്ക് കാണാൻ പറ്റി. അപ്പോൾ ഏതായാലും നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ അയാൾ വരുന്നു, ഉരുണ്ട് കളിക്കുന്നു, ബാക്കിയുള്ളവർക്ക് കുറേ ആളുകൾക്ക് സത്യം മനസ്സിലാവുന്നു. ഇന്നൊക്കെ നമ്മുടെ റൂമിൽ അതുകൊണ്ട് ഇവിടെ വന്നിട്ട് പിന്നെ വയനാട്ടിലല്ല കേട്ടോ, ഞാൻ സെന്നിസം ഓക്കെ. എനിവേ അപ്പോൾ അതാണ് നൗഷാദ് ഹസനി അവിടെ വന്ന് ആ തിരിഞ്ഞു കളിക്കുന്ന കാണുന്നവരുള്ള ആളുകളുടെ അവരുടെ പൊട്ടത്തരം മനസ്സിലാവുന്ന ഏറ്റവും ചുരുങ്ങിയത് ഇത് മാത്രം നോക്കിയാൽ മതി. അവർക്ക് എന്തുകൊണ്ടാണ് അവർ ഇവിടെ നിന്ന് കത്തിക്കാൻ അല്ലെങ്കിൽ അത് ടെസ്റ്റ് ചെയ്യാൻ ധൈര്യപ്പെടാത്തത്? വളരെ അവിടെ മറ്റേ പക്കര എന്ന് പറഞ്ഞ അയാൾ തന്നെ പറയുന്നുണ്ട്, ഹസരജി കത്തിച്ച് നോക്കലുണ്ട്, അയാൾക്ക് സമയം കിട്ടുമെന്ന് അയാൾ നോക്കലുണ്ട് നോക്കാം. അപ്പൊ അങ്ങനെ പറയുന്ന സംഭവം അത്ര വലിയൊരു പാതകമല്ല എന്ന് അവർ തന്നെ സമ്മതിച്ച സ്ഥിതിക്ക് കോഴിക്കോട് നിന്ന് ഒറ്റൊന്ന് നേല് നോക്കാൻ അവർ സമ്മതിക്കാത്തതിന്റെ കാരണം മാത്രം നോക്കിയാൽ മതി നമുക്കത് പൊട്ടത്തരണമെന്ന് തെളിയാൻ. പിന്നെ പേരോട് തന്നെ ഇവരുടെ കാന്തപുരം APJ അബൂബക്കർ മുസ്ലിയാരെ സംസാരിക്കാൻ സമ്മതിക്കാതെ അവരുടെ പത്രസമ്മേളനത്തിൽ ചാടിക്കേറി പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ട്. ഇവർ നമ്മളെ ഉസ്താദുമാർ നമുക്ക് ബഹുമാനമില്ല എന്നൊക്കെ വലിയ ക്ലിപ്പൊക്കെ ഇട്ട് ഇങ്ങനെ നടക്കുന്ന ആൾക്കാരാണ്. അങ്ങനത്തെ ആൾക്കാരാണ് പത്രസമ്മേളനത്തിൽ എന്ത് ചെയ്യുന്നത്, ചാടിക്കേറിയിട്ട് AP ഇങ്ങനെ കേണപേക്ഷിക്കുന്നുണ്ട്. ഒരു മിനിറ്റ് ഞാനൊന്ന് പറഞ്ഞോട്ടെ, പക്ഷേ അയാൾ സമ്മതിക്കുന്നില്ല, പേരോട് സമ്മതിക്കുന്നില്ല. കാരണം എനിക്ക് തോന്നുന്നു പേരോടിനും പേടി കുടിക്കുന്നത് കാന്തപുരം എന്തെങ്കിലും പൊട്ടത്തരം പറഞ്ഞു പോകുമെന്നുള്ള. പൊട്ടത്തരം പറഞ്ഞു പോയാൽ പിന്നെ നേരാക്കി എടുക്കേണ്ടത് ബാക്കിയുള്ള കുറെ കൂലി പ്രസംഗികരുടെ ബാധ്യത ആണല്ലോ. ഇവയാൾ എവിടെങ്കിലും പോയി പൊട്ടത്തരം പറയും, കാന്തപുരം എന്തെങ്കിലും പറയും, അതുണ്ട് ഇതുണ്ട്, എന്നിട്ട് അത് വളച്ചൊടിച്ച് തിരിച്ച് വേറെ അർത്ഥം കണ്ടെത്തിയിട്ട് കുറെ കൂലി പ്രാസംഗികർ വഹാബും നൗഷാദും എല്ലാം കൂടിയിട്ട് അവർക്ക് വേണ്ട രീതിയിലാക്കിയെടുക്കും. കാന്തപുരം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത് അത് സനദിൽ വന്ന ആളുകളുടെ വഴിയല്ലോ, എന്താണ് അവരുടെ വഴിക്കുള്ള എന്നുള്ള ഒരു പദത്തിന്റെ ഏതൊക്കെ അർത്ഥം കൊടുക്കാൻ പറ്റും അതൊക്കെ കൊടുത്ത് നൗഷാദും വഹാബും വളരെ പണിപ്പെട്ട് അതിന് വേറൊരു അർത്ഥതലം കണ്ടെത്തുക ചെയ്തത്. അപ്പൊ അതിന്റെ ക്ഷീണത്തിൽ നിന്ന് തന്നെ അവരൊക്കെ എന്താ പറയാ ഒന്നും കൊണ്ട് തീരുന്നേ ഉള്ളൂ. അതിന് മുമ്പ് പിന്നെയും കാന്തപുരം എന്തെങ്കിലും പറഞ്ഞു പറ്റിക്കുമെന്ന് വിചാരിച്ചിട്ടാവണം ഒരു പക്ഷേ പേരോട് സമ്മതിക്കാതിരുന്നത്, വാർത്താ സമ്മേളനത്തിന് അയാളെ സംസാരിക്കാൻ സമ്മതിക്കാതിരുന്നത്. പിന്നെ ഇവിടെ ഒരുപാട് ആൾക്കാർ PM അടിച്ചിട്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, എന്തെന്നാ ആയിരക്കണക്കിന് മസ്ജിദ് ഉണ്ടാക്കിയ ആളാണ്, ആയിരക്കണക്കിന് ആലിമീങ്ങളെ വാർത്തെടുത്ത ആളാണ്, അത് തന്നെ മതി ഞങ്ങൾക്ക് സനത് നോക്കാം. നിങ്ങൾ ഈ ലോകം മുഴുവൻ ഇനി പള്ളി കൊണ്ട് നിറച്ചാലും അല്ലെ ആലിമീങ്ങളെ കുറെ യത്തീമക്കളെ പോറ്റിയാലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ഒരു കളവ് പറഞ്ഞ് ഞങ്ങളത് സഹിക്കില്ല, അങ്ങനെ നോക്കി നിൽക്കൂല. ഇനി എല്ലാ സ്ഥലത്തും പള്ളി ഉണ്ടാക്കി ഇങ്ങനെ നടക്കുക, അത് തന്നെ മൂപ്പര് പരിപാടിയെങ്കിലും ഈ ഒരു കള്ളത്തരം ഞങ്ങൾക്ക് അതിനേക്കാളും വലുതായിട്ട് തോന്നുന്ന ഈ കള്ളത്തരാണ്. അതുകൊണ്ട് ഇതുകൊണ്ട് കബറടക്കോളും ഇവരാരും എന്താക്കൂല, ഇതിനെതിരെ ഇറങ്ങിത്തിരിക്കുന്നവരാരും. ഇതിലൊരു നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ വളരെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായമാണ്, മുസ്ലിം സംഘടനകൾ എല്ലാവരും ഒരുമിച്ച് അതായത് അതിൽ മുജാഹിദ് ജമാഅത്ത് ഇതൊന്നുമില്ലാതെ എല്ലാവരും കൂടി ഒരുമിച്ച് ഈ ഒരു സംഭവത്തിനെതിരെ നീങ്ങുന്നു എന്നുള്ളൊരു നല്ല എനിക്ക്. കാരണം ഈ ഒരു വിഷയത്തിൽ ഇവരെ എതിർക്കാൻ എല്ലാവരും കൂടി കൂടിയാൽ മറ്റൊരുമായിട്ട് നമ്മുടെ ആദർശത്തിലൊന്നും ഒരു വിട്ടുവീഴ്ച ഇല്ല. സുന്നികൾക്കും മുജാഹിദുകളൊക്കെ ആയിട്ട് വിഷയത്തിൽ വ്യത്യാസമുണ്ട്. പക്ഷേ ഈ ഒരു വിഷയത്തിനെ എതിർക്കാൻ എല്ലാവരും ഒരുമിച്ച് കൂടി ഇവരുടെ ഈ കള്ളത്തരം കൊണ്ടുവരാൻ വരുന്നത് നല്ലൊരിതായിട്ട് ഞാൻ പേഴ്സണലായിട്ട് ഒരു അഭിപ്രായം പറയാം. ഇനി ഏതായാലും ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മൈക്ക് ചാടിയതായി കൂട്ടരുത്. ഓക്കെ, ഉസ്താദ് പറയാം. ഷഹർ മുബാറക്കുമായി ബന്ധപ്പെട്ട്